ചിങ്ങത്തിലെ കുളിരുള്ളൊരു പ്രഭാതം. നാട്ടിനു പുറത്തെ ഇടവഴികളിലെല്ലാം പൂവിളികളുടെയും ആഹ്ലാദത്തിന്റെയും അലയൊലികൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. മണ്ണിൽ പതുങ്ങി നിൽക്കുന്ന തുമ്പയും മുക്കുറ്റിയും കാക്കപ്പൂവും വരെ ഓണത്തെ വരവേൽക്കാനായി തങ്ങളുടെ ഏറ്റവും മനോഹരമായ വേഷം അണിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നും. എന്നാൽ തലപ്പൊക്കത്തോടെ നിൽക്കുന്ന ശ്രീനിലയം എന്ന ആ വലിയ തറവാട്ട് വീട്ടിന്റെ ഗേറ്റും കടന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ ആ വസന്തം പെട്ടെന്ന് ഇല്ലാതാകുന്നത് പോലെ തോന്നും. അവിടെ പ്രായത്തിന്റെ ചുളിവുകൾ വീണ മുഖവുമായി ഓർമ്മകളുടെ ഭാണ്ഡവും പേറി ശാരദാമ്മ എന്ന 75-കാരി തന്റെ ചാരുകസേരയിൽ കിടപ്പുണ്ട്. അവരുടെ കണ്ണുകൾ മുറ്റത്തെ ശൂന്യതയിലേക്കായിരുന്നു ഉറ്റുനോക്കിയിരുന്നത്. മുറ്റത്ത് വീണു കിടക്കുന്ന കരിയിലകൾ കാറ്റിൽ പറന്നു നടക്കുമ്പോൾ തന്റെ ജീവിതവും അതുപോലെ എങ്ങോട്ടൊക്കെയോ അലയുകയാണെന്ന് അവർക്ക് തോന്നി. പണ്ടൊക്കെ ഈ മുറ്റം നിറയെ ആളുകളായിരുന്നു. ഓണം വരാൻ 10 ദിവസം ബാക്കി നിൽക്കെ തന്നെ തറവാട് ഉണരും. കുട്ടികളുടെ ബഹളവും മുറ്റത്ത് വലിയ പൂക്കളം ഒരുക്കുന്നതിന്റെ മത്സരങ്ങളും അടുക്കളയിൽ നിന്ന് ഒഴുകിയെത്തുന്ന വറുത്തുപ്പേരിയുടെയും ശർക്കര വരട്ടിയുടെയും കുതിർന്ന ഗന്ധവും എല്ലാം ഇന്നലത്തെ പോലെ ശാരദാമ്മയുടെ മനസ്സിലുണ്ട്. എന്നാൽ കാലം എത്ര വേഗമാണ് ഒഴുകി മറഞ്ഞത്. ആ വലിയ വീട് ഇന്നൊരു സ്മാരകം പോലെ ആയിരിക്കുന്നു. മുറികളിൽ നിറയെ വില കൂടിയ ഫർണിച്ചറുകളും ആധുനിക ഉപകരണങ്ങളും ഉണ്ട്. പക്ഷേ അവയ്ക്കൊന്നും ഒരു മനുഷ്യന്റെ ചൂടോ സാന്ത്വനമോ നൽകാൻ കഴിയില്ലല്ലോ. ശാരദാമ്മയുടെ മടിയിൽ ആധുനിക ലോകത്തിന്റെ സമ്മാനമായ ഒരു സ്മാർട്ട് ഫോൺ ഇരിപ്പുണ്ടായിരുന്നു. അതിലേക്ക് നോക്കി അവർ ഒരുപാട് നേരമിരുന്നു. മകൻ ഹരി അമേരിക്കയിലാണ്, ഒരു വലിയ IT കമ്പനിയിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ. നാട്ടിലെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും മകന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ ശാരദാമ്മയുടെ മുഖത്ത് അഭിമാനം തിളങ്ങാറുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവർ വല്ലാതെ നീറുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷമായി അവൻ നാട്ടിൽ വന്നിട്ട് തിരക്കുകൾ, മീറ്റിങ്ങുകൾ, പ്രൊജക്ടുകൾ. അവൻ എപ്പോഴും തിരക്കാണ്. ഓരോ ഓണത്തിനും അവൻ വാഗ്ദാനം നൽകും, അടുത്ത വർഷം എന്തായാലും വരും അമ്മയെന്ന്. വെറുതെയാണെന്ന് അറിയാമെങ്കിലും ആ വാക്കുകളിലാണ് ശാരദാമ്മ പിന്നെയും ജീവിക്കുന്നത്. പെട്ടെന്നാണ് ഫോൺ ശബ്ദിച്ചത്. സ്ക്രീനിൽ ഹരിമോൻ എന്ന പേര് തെളിഞ്ഞപ്പോൾ അവരുടെ ഹൃദയം ഒരു നിമിഷം വേഗത്തിൽ മിടിച്ചു. വിറയ്ക്കുന്ന വിരലുകളോടെ അവർ ആ ഫോൺ എടുത്തു. ഹലോ, ഹരിയല്ലേ? ശബ്ദം വല്ലാതെ ഇടറുന്നുണ്ട്. വല്ലാതെ കൊതിച്ചുകൊണ്ട് ആ അമ്മ ചോദിച്ചു. അതെ അമ്മേ, ഞാനാ. അമ്മയ്ക്ക് സുഖമല്ലേ? മരുന്ന് കറക്റ്റായി കഴിക്കുന്നില്ലേ? ഹരിയുടെ ശബ്ദത്തിൽ ഒരുതരം യാന്ത്രികതയുണ്ടായിരുന്നു. എനിക്ക് സുഖമാടാ മോനെ, നീ ഒന്ന് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഈ ഓണത്തിനെങ്കിലും. ശാരദാമ്മ വാചകം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഹരി ഇടങ്കോലിട്ട് സംസാരിച്ചു തുടങ്ങി. അമ്മേ, ഞാൻ അത് പറയാനാ വിളിച്ചത്. ഈ മാസം എനിക്ക് തീരെ ലീവ് കിട്ടില്ല. പുതിയൊരു പ്രൊജക്ട് വിദേശത്തേക്ക് ലോഞ്ച് ചെയ്യുകയാണ്. പിന്നെ അമ്മ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു നോക്ക്. വെറും 3-4 ദിവസത്തേക്ക് ഞാൻ എന്തിനാ ലക്ഷങ്ങൾ മുടക്കി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വരുന്നത്? അത് വെറും നഷ്ടമല്ലേ? ആ പൈസ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഈ പ്രായത്തിൽ എന്റെ കൂടെ ഓടി നടക്കാൻ അമ്മയ്ക്കും ബുദ്ധിമുട്ടല്ലേ? ഓരോ വാക്കും ശാരദാമ്മയുടെ നെഞ്ചിൽ അമ്പുകൾ പോലെയാണ് തറച്ചു കയറിയത്. പ്രാക്ടിക്കൽ, ഇന്നത്തെ തലമുറയുടെ ഏറ്റവും പ്രിയപ്പെട്ട വാക്ക്. സ്നേഹത്തെയും വാത്സല്യത്തെയും അളക്കാനുള്ള അവരുടെ പുതിയ അളവുകോൽ. പണത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഒരമ്മയുടെ കണ്ണുനീരിന് എന്ത് വിലയാണുള്ളത്? അമ്മയ്ക്ക് ഓണത്തിന് എന്ത് വേണമെങ്കിലും ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തു തരാം. വില കൂടിയ സാരിയോ സ്വർണമോ. ഇനി സദ്യ വേണമെങ്കിൽ ഏറ്റവും നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഞാൻ ബുക്ക് ചെയ്യാം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞോ. വിഷമിക്കരുത് കേട്ടോ, അവൻ വീണ്ടും തുടർന്നു. എനിക്കൊന്നും വേണ്ട മോനെ. ഇവിടത്തെ അലമാര നിറയെ നീ വാങ്ങിത്തന്ന സാരികളുണ്ട്. അതിലൊരെണ്ണം എടുത്ത് ഞാൻ ഇരുന്നോളാം. നീ തിരക്കുകളൊക്കെ കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ വന്നാൽ മതി. മനസ്സിനുള്ളിലെ വിങ്ങൽ പുറത്തു കേൾപ്പിക്കാതെ ശാരദാമ്മ പണിപ്പെട്ട് പറഞ്ഞു നിർത്തി. ഫോൺ കട്ട് ചെയ്തപ്പോൾ ആ സ്ക്രീനിൽ തെളിഞ്ഞ മകന്റെ ചിരിക്കുന്ന ഫോട്ടോയിലേക്ക് നോക്കി അവർ പൊട്ടിക്കരഞ്ഞു പോയി. ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ കഴിയുന്നതാണോ മക്കളുടെ സ്നേഹം? ലക്ഷങ്ങൾ കൊടുത്താൽ വാങ്ങാൻ കിട്ടുമോ നഷ്ടപ്പെട്ടു പോയ ആ പഴയ സായാഹ്നങ്ങളെ? മുറ്റത്ത് പൂക്കളമിടുമ്പോൾ തന്റെ സാരിത്തുമ്പിൽ പിടിച്ച് പുറകെ നടന്നിരുന്ന, അമ്മയെ വിശക്കുന്നു എന്ന് പറഞ്ഞ് ഓടി വന്നിരുന്ന ആ പഴയ ഹരി എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. പകരം പണത്തിന്റെ മൂല്യം മാത്രം അറിയുന്ന ഒരു യന്ത്ര മനുഷ്യനായി അവൻ മാറിയിരിക്കുന്നു. ഉച്ചയായിട്ടും ആ വലിയ അടുക്കളയിൽ തീ പുകഞ്ഞിട്ടില്ല. എന്തിനാണ് താൻ ഭക്ഷണം വെക്കുന്നത്? ആർക്കു വേണ്ടിയാണ്? വലിയ ഡൈനിങ് ടേബിളിന്റെ ഒരറ്റത്ത് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുമ്പോൾ ഓരോ ഉരുളയും തൊണ്ടയിൽ കുരുങ്ങും. പണ്ടൊക്കെ ഉച്ചയൂണ് കഴിഞ്ഞാൽ കുട്ടികളുടെ വക ഊഞ്ഞാലാട്ടമായിരുന്നു. മാവിൻ കൊമ്പിൽ കെട്ടിയ ആ ഊഞ്ഞാലിന്റെ കയറുകൾ കാലപ്പഴക്കത്തിൽ പൊട്ടിപ്പോയത് ഇപ്പോഴും ഓർമ്മയായി കിടപ്പുണ്ട്. ഓർമ്മകളുടെ ഭാരം താങ്ങാനാവാതെ ശാരദാമ്മ വീണ്ടും ആ ചാരുകസേരയിലേക്ക് തന്നെ ചാഞ്ഞു. കണ്ണുകൾ പതിയെ അടഞ്ഞു. സ്വപ്നങ്ങളിൽ അവർ വീണ്ടും ആ പഴയ ഓണക്കാലങ്ങളിലേക്ക് തിരികെ പോയി. പക്ഷെ ഉണരുമ്പോൾ ഈ ശൂന്യമായ വീടും തന്നെ കാർന്നു തിന്നുന്ന ഏകാന്തതയും മാത്രമേ ബാക്കിയുണ്ടാകൂ എന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. ചുറ്റും മാനം കറുത്തു വരുന്നുണ്ടായിരുന്നു. വരാനിരിക്കുന്ന മഴയ്ക്കോ അതോ തന്റെ കണ്ണുനീരിനോ കൂടുതൽ ശക്തി എന്ന് പ്രകൃതി പോലും സംശയിക്കുന്നത് പോലെ തോന്നിയ ആ നിമിഷത്തിൽ ഒരു പക്ഷേ ആ വലിയ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരാൻ പോകുന്ന ഒരു അതിഥിയെ കുറിച്ച് അപ്പോൾ ആ അമ്മ അറിഞ്ഞിരുന്നില്ല. മഴത്തുള്ളികൾ മുറ്റത്തെ ഉണങ്ങിയ മണ്ണിലേക്ക് വീഴുമ്പോൾ ഉയർന്നു വന്ന ആ പുതുമഴയുടെ ഗന്ധം ശാരദാമ്മയെ അവരുടെ ചിന്തകളിൽ നിന്നും ഉണർത്തി.
ചിങ്ങമാസത്തിൽ ഇങ്ങനെ അപ്രതീക്ഷിതമായി പെയ്യുന്ന മഴ അപൂർവമാണ്. തറവാടിന്റെ വിശാലമായ ഓടിന് പുറത്ത് മഴത്തുള്ളികൾ താളം പിടിക്കാൻ തുടങ്ങി. ആ ശബ്ദത്തിന് പണ്ടൊക്കെ ഒരു വല്ലാത്ത സംഗീതമായിരുന്നു. എന്നാൽ ഇന്ന് ആ വലിയ വീട്ടിലെ ഭയാനകമായ നിശബ്ദതയെ അത് കൂടുതൽ ഭയാനകമാക്കുന്നത് പോലെ തോന്നി. ചാരുകസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവർ ഉമ്മറത്തെ തൂണിലേക്ക് ചാരി നിന്നു. മഴയുടെ ശക്തി കൂടിക്കൂടി വന്നു. മുറ്റത്തെ മാവിലിരുന്ന കാക്കകൾ എങ്ങോട്ടോ പറന്നകന്നു. പ്രകൃതി പോലും തന്നെ തനിച്ചാക്കി പോകുന്നത് പോലെ ഒരു അനുഭവം. അകത്തെ വലിയ ഹാളിലെ ചുവരിൽ തൂക്കിയിരിക്കുന്ന പഴയൊരു കുടുംബ ചിത്രത്തിലേക്ക് അവരുടെ കണ്ണുകൾ നീണ്ടു. ഹരിക്ക് 10 വയസ്സുള്ളപ്പോൾ എടുത്ത ചിത്രമാണത്. ഭർത്താവ് ശേഖരൻ മാസ്റ്റർ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന കാലം. അന്ന് ഈ വീട് ഒരു സ്വർഗമായിരുന്നു. മാസ്റ്ററുടെ ചിരിയും കുട്ടികളുടെ കളിച്ചിരികളും നിറഞ്ഞു നിന്ന ആ പഴയ കാലം തിരികെ വരില്ലെന്ന് അറിയാമെങ്കിലും മനുഷ്യന്റെ മനസ്സ് എപ്പോഴും അസാധ്യമായതിനെയാണല്ലോ ആഗ്രഹിക്കുക. പ്രാക്ടിക്കലായി ചിന്തിക്കണം. ഹരിയുടെ ആ വാക്കുകൾ വീണ്ടും വീണ്ടും ചെവിയിൽ മുഴങ്ങി. സ്നേഹത്തിന് പ്രാക്ടിക്കൽ ആകാൻ കഴിയുമോ? ഒരാളുടെ സാന്നിധ്യം നൽകുന്ന ആശ്വാസത്തെ പണത്തിന്റെ കണക്കിൽ ഒതുക്കാൻ കഴിയുമോ? ഇല്ല എന്ന് ശാരദാമ്മയുടെ മനസ്സ് മന്ത്രിച്ചു. അവർ പതിയെ അടുക്കളയിലേക്ക് നടന്നു. ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കണം. ഗ്യാസ് സ്റ്റവ് കത്തിച്ച് വെള്ളം വെക്കുമ്പോഴും ആ കൈകൾ വിറയ്ക്കുന്നുണ്ട്. തനിക്കിനി എത്ര ഓണങ്ങൾ ബാക്കിയുണ്ട്? ഒരു പക്ഷേ ഇതായിരിക്കാം അവസാനത്തെ ഓണം. ആ അവസാനത്തെ ആഗ്രഹം നിറവേറാതെ പോകുകയാണല്ലോ എന്ന ചിന്ത അവരുടെ കണ്ണുകളെ വീണ്ടും ഈറനണിയിച്ചു. ചായയുമായി തിരികെ ഉമ്മറത്തേക്ക് നടക്കുമ്പോഴാണ് മഴയുടെ ശബ്ദത്തെ ഭേദിച്ചുകൊണ്ട് ആ പഴയ ഇരുമ്പുകേറ്റ് തുറക്കുന്നതിന്റെ വലിയൊരു ശബ്ദം കേട്ടത്. ശാരദാമ്മ വരാന്തയുടെ അരികിലേക്ക് വന്നു നിന്നു. മഴയത്ത് ഒരാൾ മുറ്റത്തുകൂടി ഓടി വരുന്നുണ്ട്. ഒരു പെൺകുട്ടിയാണ്. തോളിലൊരു വലിയ ഭാണ്ഡക്കെട്ട് പോലെയുള്ള ബാഗുണ്ട്. കുട പോലും ഇല്ലാതെ മഴയിൽ കുതിർന്ന് അവൾ നേരെ ഉമ്മറത്തെ പടവുകൾ കയറി വരാന്തയിൽ ഒരു മൂലയിലേക്ക് ഒതുങ്ങി നിന്നു. തണുപ്പുകൊണ്ട് അവൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. ചുരിദാറിന്റെ അറ്റം പിഴിഞ്ഞ് വെള്ളം കളയുമ്പോൾ അവൾ വരാന്തയിൽ നിൽക്കുന്ന ശാരദാമ്മയെ കണ്ടു. പെട്ടെന്ന് അവൾ വല്ലാതെ ചമ്മിയതുപോലെ തോന്നി. മുഖത്ത് ഒരു വിളറിയ ചിരി വരുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു, ക്ഷമിക്കണം അമ്മേ, മഴ പെട്ടെന്ന് കനത്തപ്പോൾ ഓടി കയറിയതാ. ഞാൻ അല്പനേരം ഇവിടെ നിന്നോട്ടെ, മഴ തോർന്നാൽ ഉടനെ പോയിക്കോളാം. ശാരദാമ്മ അവളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. 25ഓ 26ഓ വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി. തോളിലെ വലിയ ബാഗ് കണ്ടാൽ അറിയാം വീടുകൾ കയറിയിറങ്ങി സാധനം വിൽക്കുന്ന ഏതോ ഒരു കമ്പനിയിലെ പ്രതിനിധിയാണെന്ന്. പണ്ടൊക്കെ ഇങ്ങനെയുള്ളവരെ കണ്ടാൽ ഗേറ്റിൽ വെച്ച് തന്നെ മടക്കി അയക്കാറാണ് പതിവ്. ഇത്തരം കച്ചവടക്കാരെ ശേഖരൻ മാസ്റ്റർക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. എന്നാൽ ഇന്ന് എന്തുകൊണ്ടോ ആ പെൺകുട്ടിയുടെ വിളറിയ മുഖവും തണുത്തു വിറയ്ക്കുന്ന ശരീരവും കണ്ടപ്പോൾ അവളോട് ഇറങ്ങിപ്പോകാൻ പറയാൻ ആ അമ്മയ്ക്ക് മനസ്സനുവദിച്ചില്ല. സാരമില്ല കുട്ടി, നീ ആ ബാഗ് അവിടെ വെച്ച് ആ കസേരയിലേക്ക് ഇരിക്കെ, ശാരദാമ്മ വാത്സല്യത്തോടെ പറഞ്ഞു. വേണ്ട അമ്മേ, ഞാൻ നനഞ്ഞിരിക്കുകയല്ലേ, കസേര ചീത്തയാകും, ഞാൻ ഇവിടെ നിന്നോളാം. അവൾ വിനയത്തോടെ മറുപടി നൽകി. ആ ശബ്ദത്തിൽ എവിടെയോ ഒരു നൊമ്പരമുള്ളതുപോലെ ശാരദാമ്മയ്ക്ക് തോന്നി. താൻ അനുഭവിക്കുന്ന അതേ ഏകാന്തതയുടെയും സങ്കടത്തിന്റെയും വേറൊരു രൂപം ആ കുട്ടിയുടെ കണ്ണുകളിലും ഉണ്ടോ? കസേരയൊന്നും കേടാവില്ല, എന്റെ മോൾ ഇരിക്ക്, ഞാൻ പോയി തല തുവർത്താൻ ഒരു തോർത്തെടുത്തു വരാം. ഇത്രയും പറഞ്ഞ് ശാരദാമ്മ അകത്തേക്ക് നടന്നു. ഒരു നിമിഷം ആ പെൺകുട്ടി അത്ഭുതത്തോടെ ആ വലിയ വീടിന്റെ അകത്തളങ്ങളിലേക്കും പിന്നീട് ആ അമ്മയുടെ നടപ്പിലേക്ക് നോക്കി നിന്നു. ഈ വലിയ വീട്ടിൽ അവർ തനിച്ചാണെന്ന് അവളുടെ കണ്ണുകൾ അപ്പോഴേക്കും തിരിച്ചറിഞ്ഞിരുന്നു. കയ്യിലൊരു ഉണങ്ങിയ തോർത്തും താൻ കുടിക്കാനെടുത്ത ആ ചൂട് കട്ടൻ ചായയുമായി ശാരദാമ്മ തിരികെ ഉമ്മറത്തേക്ക് വന്നു. ദാ, ഇതുകൊണ്ട് തല നന്നായി തുടക്കി, എന്നിട്ട് ഈ ചായ കുടിക്കട്ടോ, തണുപ്പൊന്ന് മാറട്ടെ. ആ പെൺകുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു. എത്രയോ വീടുകളിൽ കയറി ഇറങ്ങിയിരിക്കുന്നു. പലരും പുച്ഛത്തോടെയും സംശയത്തോടെയുമാണ് നോക്കാറുള്ളത്. ചിലർ ഗേറ്റ് പോലും തുറക്കാറില്ല. എന്നാൽ ഇവിടെ യാതൊരു മുൻപരിചയവും ഇല്ലാത്ത തനിക്ക് ഈ അമ്മ നൽകുന്ന സ്നേഹം അവളെ വല്ലാതെ സ്പർശിച്ചു. ചായ ഗ്ലാസ് കയ്യിലേക്ക് വാങ്ങുമ്പോൾ അവൾ പതുക്കെ ചോദിച്ചു, അമ്മ ഈ വലിയ വീട്ടിൽ തനിച്ചാണോ? ഓണം ഇങ്ങെത്തിയിട്ടും ആരും വന്നില്ലേ? ആ ചോദ്യം ശാരദാമ്മയുടെ നെഞ്ചിലെ ഏറ്റവും വലിയ മുറിവിലേക്കാണ് കൊണ്ടത്. പുറത്ത് മഴ വീണ്ടും ശക്തി പ്രാപിച്ചു. ആ മഴയുടെ ഇരമ്പലിനേക്കാൾ വലിയൊരു സങ്കടക്കടൽ ആ അമ്മയുടെ ഉള്ളിൽ അലയടിക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ ചോദ്യത്തിന് മുന്നിൽ താൻ ഇതുവരെ അടക്കി വെച്ച സങ്കടങ്ങളെല്ലാം ഒരു നെടുവീർപ്പായി പുറത്തേക്ക് വരാൻ പോവുകയാണെന്ന് അവർക്ക് തോന്നി. പുറത്ത് തിമിർത്തു പെയ്യുന്ന മഴയുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും ആ വലിയ വരാന്തയിൽ കുറച്ചു നേരത്തേക്ക് കേൾക്കാനുണ്ടായിരുന്നില്ല. ആ പെൺകുട്ടിയുടെ ചോദ്യം ശാരദാമ്മയുടെ ഉള്ളിലെ സങ്കടങ്ങളുടെ മല തകർത്തിരുന്നു. എങ്കിലും ഒരു അപരിചിതയ്ക്ക് മുന്നിൽ തന്റെ ദുർബലത വെളിപ്പെടുത്താൻ ആ വൃദ്ധ മനസ്സ് ആദ്യം ഒന്ന് മടിച്ചു. അവർ പതിയെ വരാന്തയിലെ തൂണിലേക്ക് ചാരി നിന്നുകൊണ്ട് മുറ്റത്തെ മഴവെള്ളപ്പാച്ചിലേക്ക് നോക്കി. ആരുമില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ കുട്ടി, ഒരു നീണ്ട നെടുവീർപ്പോടെ ശാരദാമ്മ പറഞ്ഞു തുടങ്ങി. അമേരിക്കയിൽ എനിക്കൊരു മോനുണ്ട്, ഹരി. വലിയ ഉദ്യോഗസ്ഥനാ. തിരക്കോട് തിരക്ക്. അവനവിടെ പണമുണ്ടാക്കുന്ന തിരക്ക്. എനിക്കിവിടെ ഏകാന്തതയോട് മല്ലിടുന്ന തിരക്ക്. ശാരദാമ്മയുടെ ചുണ്ടിൽ ഒരു വിളറിയ പുഞ്ചിരി വിരിഞ്ഞു. അതിൽ ലോകത്തുള്ള മുഴുവൻ അമ്മമാരുടെയും സങ്കടം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഓരോ ഓണത്തിനും വരുമെന്ന് പറയും. കാത്തിരുന്ന് കാത്തിരുന്ന് എന്റെ കണ്ണിലെ തിളക്കം മങ്ങി. ഇപ്പോൾ ഫോണിൽ വിളിച്ചതേയുള്ളൂ, ഇത്തവണയും വരാൻ പറ്റില്ലത്രേ.
അവന് എന്ത് വേണമെങ്കിലും ഓൺലൈനിൽ വാങ്ങിച്ചു തരാൻ കഴിയും. പക്ഷെ ഈ അമ്മയ്ക്ക് വേണ്ടത് അവന്റെ സമയമാണെന്ന് അവന് ഇനിയും മനസ്സിലായിട്ടില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ പെൺകുട്ടിയുടെ കണ്ണുകളിലെ നനവ് കൂടി. അവൾ കയ്യിലിരുന്ന ചായ ഗ്ലാസ്സിലെ ചൂടിലേക്ക് വിരലുകൾ അമർത്തിപ്പിടിച്ചു. ആ വലിയ വീടിന്റെ സമ്പന്നതയ്ക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന വലിയൊരു ശൂന്യത അവൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്റെ പേര് നന്ദന. അവൾ ചായ ഗ്ലാസ് താഴെ വെച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു. ഞാൻ നഗരത്തിലെ ഒരു കമ്പനിയിൽ സെയിൽസ് ഗേളായി വർക്ക് ചെയ്യുകയാണ് അമ്മേ. ഈ ഓണക്കാലത്ത് ഞങ്ങളുടെ കമ്പനി കുറച്ച് പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കിയിട്ടുണ്ട്. എന്നെ പോലെ വീടുകൾ കയറിയിറങ്ങി സാധനങ്ങൾ വിൽക്കുന്നവർക്ക് ഇതൊരു വലിയ വെല്ലുവിളിയാണ്. നന്ദന തന്റെ തോളിൽ കിടന്നിരുന്ന ആ വലിയ ബാഗ് പതിയെ വരാന്തയിലെ തറയിലേക്ക് വെച്ചു. ബാഗിന്റെ സിബ് തുറക്കുമ്പോൾ അവളുടെ മുഖത്ത് നേരിയൊരു പ്രതീക്ഷയുടെ തിളക്കം വന്നിരുന്നു. അമ്മേ, ഈ ഓണത്തിന് അമ്മയെ പോലെ ഒറ്റപ്പെട്ട് കഴിയുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ കമ്പനി ഒരു പ്രത്യേക സാധനം ഇറക്കിയിട്ടുണ്ട്. അമ്മയ്ക്ക് ഞാൻ അതൊന്ന് കാണിച്ചു തരട്ടെ. ശാരദാമ്മയ്ക്ക് അത് വലിയ താല്പര്യമൊന്നും തോന്നിയില്ലെങ്കിലും ആ കുട്ടിയുടെ മുഖത്തെ ഉത്സാഹം കെടുത്താൻ തോന്നിയില്ല. അവർ ഒന്നും പറയാതെ നോക്കി നിന്നു. നന്ദന ബാഗിൽ നിന്ന് മനോഹരമായി പാക്ക് ചെയ്ത ഒരു ചെറിയ ബോക്സ് പുറത്തെടുത്തു. അതിൽ നിന്ന് സ്വർണ്ണ നിറത്തിലുള്ള മനോഹരമായി കൊത്തുപണികൾ ചെയ്ത ഒരു ഇലക്ട്രിക് അലങ്കാര വസ്തു അവൾ പുറത്തെടുത്തു. കാണാൻ ഒരു ചെറിയ നിലവിളക്കും ചന്ദനത്തിരി സ്റ്റാൻഡും കൂടിയതുപോലെയുള്ള ഒരു രൂപം. ഇതൊന്ന് കണ്ടു നോക്കൂ അമ്മേ. നന്ദന അത് ശാരദാമ്മയുടെ അടുത്തേക്ക് നീട്ടി. സാധാരണ ചന്ദനത്തിരി കത്തിക്കുമ്പോൾ പുകയടിച്ച് അമ്മമാർക്ക് ചുമയും ശ്വാസം മുട്ടലും വരാറില്ലേ? ഇതിൽ കെമിക്കലുകൾ ഒന്നുമില്ല. ഇതൊരു ഇലക്ട്രിക് അരോമ ഡിഫ്യൂസർ ആണ്. പ്ലഗിൽ കുത്തി സ്വിച്ച് ഇട്ടാൽ മതി. വീട് മുഴുവൻ നല്ല നാടൻ ചന്ദനത്തിരിയുടെയും തുളസിയുടെയും മണം നിറയും. പൂമുഖത്ത് ഒരു ഐശ്വര്യം വരും. ശാരദാമ്മ അത് കയ്യിൽ വാങ്ങി സൂക്ഷിച്ചു നോക്കി. കാഴ്ചയിൽ മനോഹരമാണ്. ഇതിപ്പോൾ കറണ്ട് പോയാൽ ഞാൻ എന്തു ചെയ്യും? ഈ വീട്ടിൽ ഇൻവെർട്ടറും ഇല്ലല്ലോ, ശാരദാമ്മ അറിയാതെ പറഞ്ഞുപോയി. നന്ദനയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അത് സാരമില്ല അമ്മേ, ഇതിൽ ഇൻബിൽറ്റ് ബാറ്ററി ഉണ്ട്. കറണ്ട് പോയാൽ 4-5 മണിക്കൂർ ഇത് പ്രവർത്തിക്കും. ഇതിന്റെ ഒറിജിനൽ വില 499 രൂപ മാത്രമാണ്. പക്ഷേ അമ്മയ്ക്ക് ഞാൻ ഇത് 399 രൂപയ്ക്ക് തരാം. ഒരെണ്ണം അമ്മ എടുക്കുമോ? അവളുടെ ശബ്ദത്തിൽ ഒരു യാചനയുണ്ടായിരുന്നു. പെട്ടെന്ന് ശാരദാമ്മയുടെ ഉള്ളിലെ പഴയ തറവാട്ടമ്മ ഉണർന്നു. ഇക്കാലത്ത് ഇത്തരം കച്ചവടക്കാരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന ചിന്ത അവരുടെ മനസ്സിലൂടെ കടന്നുപോയി. മാത്രമല്ല, തനിക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങാൻ മകനുണ്ടല്ലോ എന്ന അഹങ്കാരവും എവിടെയോ തലപൊക്കി. വേണ്ട മോളെ. ശാരദാമ്മ ആ ഉപകരണം തിരികെ നന്ദനയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എനിക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ സകല സാധനങ്ങളും എന്റെ മോൻ എനിക്ക് അവിടെ ഇരുന്ന് വാങ്ങിച്ചു തരുന്നുണ്ട്. വീട് നിറയെ സാധനങ്ങളാ. എനിക്കിനി ഇതൊന്നും ആവശ്യമില്ല. എനിക്ക് വേണ്ടതൊന്നും മോളുടെ ഈ ബാഗിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് മോള് തിരികെ വെച്ചോളൂ, സമയം കളയണ്ട. ശാരദാമ്മയുടെ ശബ്ദത്തിലെ പെട്ടെന്നുണ്ടായ മാറ്റം നന്ദനയെ വല്ലാതെ തളർത്തി. അവളുടെ ചുണ്ടിലെ ചിരി മാഞ്ഞു, മുഖം വിളറി. ആ വലിയ ബാഗിലേക്ക് സാധനം തിരികെ വെക്കുമ്പോൾ അവളുടെ കൈകൾ വിറച്ചു. താൻ എത്രത്തോളം പ്രതീക്ഷയോടെയാണ് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അമ്മയോട് പറഞ്ഞത്. ഈ സാധനങ്ങളെല്ലാം വിറ്റു തീർന്നാൽ മാത്രമേ അവൾക്ക് ഓണത്തിന് നാട്ടിൽ പോയി അച്ഛനമ്മമാരെ കാണാൻ കഴിയൂ. ടാർഗറ്റ് പൂർത്തിയാക്കാതെ കമ്പനി മാനേജർ അവൾക്ക് ബോണസോ അവധിയോ നൽകില്ല. ബാഗിന്റെ സിബ് അടയ്ക്കുമ്പോൾ നന്ദനയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ആ ബാഗിന് മുകളിലേക്ക് വീണുടഞ്ഞു. അവൾ വേഗത്തിൽ മുഖം തുടച്ചു. ശരി അമ്മേ, ഞാൻ ഇറങ്ങട്ടെ, മഴ കുറഞ്ഞിട്ടുണ്ട്. അവൾ ബാഗ് തോളിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. നന്ദന പടിയിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ശാരദാമ്മ ആ കാഴ്ച ശ്രദ്ധിച്ചത്. നന്ദനയുടെ നടത്തത്തിന് ഒരു വേച്ചുപോകലുണ്ട്. അവളുടെ മുഖത്ത് വല്ലാത്തൊരു ക്ഷീണവുമുണ്ട്. മഴ നനഞ്ഞതുകൊണ്ടുള്ള തണുപ്പ് മാത്രമല്ല, വിശപ്പിന്റെ വലിയൊരു നിഴൽ ആ മുഖത്തുണ്ടെന്ന് ഒരമ്മയായ ശാരദാമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ആ പെൺകുട്ടി രാവിലെ മുതൽ ഈ ഭാരവും ചുമന്ന് എത്ര കിലോമീറ്ററുകൾ നടന്നിട്ടുണ്ടാകും. താൻ പറഞ്ഞ പരുഷമായ വാക്കുകൾ അവളെ വേദനിപ്പിച്ചോ? തന്റെ മകൻ തനിക്ക് സമയമില്ലെന്ന് പറയുമ്പോൾ തനിക്കുണ്ടാകുന്ന അതേ വേദനയല്ലേ താനിപ്പോൾ ഈ പെൺകുട്ടിക്ക് നൽകിയത്? നിൽക്കുമോളെ. ശാരദാമ്മയുടെ ശബ്ദം പിന്നിൽ നിന്ന് മുഴങ്ങി. നന്ദന തിരിഞ്ഞു നോക്കി. മോളെ, നീ രാവിലെ വല്ലതും കഴിച്ചിരുന്നോ? ശാരദാമ്മയുടെ ശബ്ദത്തിൽ അപ്പോൾ ഒരമ്മയുടെ വാത്സല്യം പൂർണ്ണമായും നിറഞ്ഞു നിന്നിരുന്നു. ആ ചോദ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ നന്ദനയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. മനുഷ്യ സ്നേഹത്തിന്റെ വേരുകൾ ഒരിക്കലും ഉണങ്ങിപ്പോകില്ലെന്ന് ആ പഴയ വീടിന്റെ ഉമ്മറം അപ്പോൾ സാക്ഷ്യം വഹിക്കുകയായിരുന്നു. മോളെ, നീ രാവിലെ വല്ലതും കഴിച്ചിരുന്നോ? ശാരദാമ്മയുടെ ആ ഒരൊറ്റ ചോദ്യത്തിൽ നന്ദനയുടെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് പച്ചവെള്ളം മാത്രം കുടിച്ച് ഹോസ്റ്റലിൽ നിന്നിറങ്ങിയതാണ് അവൾ. ബസ് കയറി കിലോമീറ്ററുകൾ നടന്നും ആളുകളെ കണ്ട് സംസാരിച്ച് തൊണ്ട വരണ്ടിട്ടും ഒരു തുള്ളി വെള്ളം പോലും ആരും അവൾക്ക് നേരെ നീട്ടിയിരുന്നില്ല. വിശപ്പ് വയറ്റിൽ ആളിക്കത്തുമ്പോഴും ടാർഗറ്റ് എന്ന ലക്ഷ്യം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. എന്നാൽ ഈ വലിയ വീടിന്റെ ഉമ്മർത്ത് വെച്ച് യാതൊരു മുൻപരിചയവുമില്ലാത്ത ഒരമ്മയുടെ വാത്സല്യം നിറഞ്ഞ ആ ചോദ്യം കേട്ടപ്പോൾ അവളിലെ കച്ചവടക്കാരി മരിക്കുകയും പകരം സ്നേഹം കൊതിക്കുന്ന ഒരു സാധാരണ പെൺകുട്ടി ജനിക്കുകയും ചെയ്തു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. ശാരദാമ്മ പതുക്കെ വരാന്തയിലൂടെ നടന്ന് നന്ദനയുടെ അടുത്തേക്ക് ചെന്നു. അവരുടെ ചുളിവുകൾ വീണ കൈകൾ ആ പെൺകുട്ടിയുടെ തോളിൽ സ്പർശിച്ചു. ആ സ്പർശനത്തിൽ ഒരമ്മയുടെ മുഴുവൻ കരുതലും ഉണ്ടായിരുന്നു. കരയാതെ കുട്ടി, വിശന്നിട്ടാണോ എന്റെ മോളി മഴയത്ത് ഇങ്ങനെ നടക്കുന്നത്? വാ, അകത്തേക്ക് വാ. ശാരദാമ്മ അവളുടെ കയ്യിൽ പിടിച്ച് വീടിനുള്ളിലേക്ക് നടത്തി.
തോളിലെ വലിയ ഭാണ്ഡം ഉമ്മറത്തെ ഒരു കസേരയിൽ വെച്ച് നന്ദന ശാരദാമ്മയ്ക്ക് പിന്നാലെ നടന്നു. ആ വലിയ തറവാടിന്റെ അകത്തളങ്ങളിലെ നിശബ്ദത അവളെ അത്ഭുതപ്പെടുത്തി. വില കൂടിയ തറയോടുകൾ, തേക്ക് തടിയിൽ തീർത്ത ഫർണിച്ചറുകൾ, ചുവരുകളിലെ വലിയ ചിത്രങ്ങൾ എല്ലാം സമ്പന്നതയുടെ വിളിച്ചോതലുകളായിരുന്നു. പക്ഷെ ആ വീട്ടിലെവിടെയോ ഒരു ജീവനില്ലായ്മ ഉള്ളതുപോലെ അവൾക്ക് തോന്നി. അവർ നേരെ പോയത് വിശാലമായ ഡൈനിങ് ഹാളിലേക്കാണ്. 8 പേർക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പാകത്തിലുള്ള വലിയൊരു ഈട്ടിമേശ. അതിലൊരറ്റത്തുള്ള കസേരയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ശാരദാമ്മ പറഞ്ഞു, "നീ അവിടെ ഇരിക്ക്, ഞാൻ ഇപ്പോൾ വരാം." നന്ദന ആ കസേരയിൽ ഇരുന്നപ്പോൾ തന്റെ ഹോസ്റ്റലിലെ ചെറിയ ഡൈനിങ് ടേബിളും അവിടെ ഉണ്ടാകാറുള്ള ബഹളങ്ങളും അവൾ ഓർത്തു. ഇവിടെ ഈ വലിയ മേശയ്ക്ക് ചുറ്റും ഈ അമ്മ ഇന്നും ഒറ്റയ്ക്കായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. ആ ചിന്ത അവളുടെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. അല്പസമയത്തിനുള്ളിൽ അടുക്കളയിൽ നിന്നും കൊതിയൂർന്ന ഒരു ഗന്ധം ഡൈനിങ് ഹാളിലേക്ക് ഒഴുകിയെത്തി. പിന്നാലെ ആവി പറക്കുന്ന ഒരു പാത്രം ഉപ്പുമാവ്, കുറച്ച് പഴങ്ങളുമായി ശാരദാമ്മ എത്തി. നന്ദനയുടെ മുന്നിലേക്ക് ആ പാത്രം വെച്ചുകൊണ്ട് അവർ പറഞ്ഞു, "ചൂടോടെ കഴിച്ചോ മോളെ. രാവിലെ ഞാൻ എനിക്ക് വേണ്ടി മാത്രം കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിയതാ. വിശപ്പില്ലാത്തത് കൊണ്ട് കഴിച്ചില്ല. നിനക്ക് എന്തായാലും നന്നായി വിശക്കുന്നുണ്ടല്ലോ, ഇത് മുഴുവൻ നീ കഴിച്ചോ." ആവി പറക്കുന്ന ഉപ്പുമാവ് കണ്ടപ്പോൾ നന്ദനയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവൾ യാന്ത്രികമായി പ്ലേറ്റിലേക്ക് കൈനീട്ടി. ആദ്യത്തെ ഉരുള വായിലേക്ക് വെച്ചപ്പോൾ തന്നെ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു രുചി അവൾക്ക് അനുഭവപ്പെട്ടു. വെറും ഒരു ഉപ്പുമാവിന് ഇത്രയും സ്വാദുണ്ടാകുമോ? അതോ തന്റെ അതിയായ വിശപ്പ് കൊണ്ടാണോ ഇങ്ങനെ തോന്നുന്നത്? "എങ്ങനെയുണ്ട് മോളെ, കഴിക്കാൻ കൊള്ളാമോ?" ശാരദാമ്മ ആകാംക്ഷയോട് ചോദിച്ചു. ഒരുപാട് കാലത്തിനു ശേഷമാണ് താൻ ഉണ്ടാക്കിയ ഭക്ഷണം മറ്റൊരാൾ കഴിക്കുന്നത് അവർ നോക്കി നിൽക്കുന്നത്. ഹരി നാട്ടിലുണ്ടായിരുന്നപ്പോൾ അവൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും അവൻ ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ച് അവന് ഊട്ടുമായിരുന്ന ആ പഴയ കാലം അവരുടെ ഓർമ്മകളിലേക്ക് ഓടിയെത്തി. "വളരെ രുചിയുണ്ട് അമ്മേ, നന്നായിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഇത്രയും നല്ലൊരു ഉപ്പുമാവ് കഴിച്ചിട്ടില്ല." നന്ദന ആർത്തിയോടെ കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു. അത് കേട്ട് ശാരദാമ്മ മനോഹരമായി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ അവരുടെ ചുളിവുകൾക്കിടയിലും പഴയ ആ സുന്ദരിയായ വീട്ടമ്മ തിളങ്ങി നിന്നു. "അങ്ങനെ വലിയ രുചിയൊക്കെ ഉണ്ടോ മോളെ ഇതിന്? എണ്ണയും നെയ്യും ഒക്കെ കുറച്ചാ ഇട്ടുണ്ടാക്കുന്നത്. കൊളസ്ട്രോളിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് വലിയ സ്വാദിലൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇതിലും കേമമായിരുന്നു. ഇതിപ്പോ ഇങ്ങനൊക്കെ ആയതുകൊണ്ടാണ്. എണ്ണയുടെയും നെയ്യിന്റെയും ഒക്കെ കുറവ് കാരണം ആ പഴയ ടേസ്റ്റ് ഒന്നും ഇപ്പോഴില്ല." "അല്ല അമ്മേ, അങ്ങനെയല്ല, ഇതിന് നല്ല സ്വാദുണ്ട്." നന്ദന വാത്സല്യത്തോടെ അവരെ നോക്കി. "എണ്ണയും നെയ്യുമല്ല ഇതിലെ രുചി, ഇത് അമ്മയുടെ സ്നേഹമാണ്. സ്നേഹം ചേർത്തുണ്ടാക്കുന്ന ഏത് ഭക്ഷണത്തിനും ഒരു പ്രത്യേക രുചിയാണ്. എനിക്ക് എന്റെ അമ്മയെ ഓർമ്മ വരുന്നു. അമ്മയുടെ കൈകൊണ്ട് വിളമ്പിത്തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ മാസങ്ങളായി." നന്ദനയുടെ ആ വാക്കുകൾ ശാരദാമ്മയുടെ ഹൃദയത്തിലേക്കാണ് തുളച്ചു കയറിയത്. താൻ വെച്ചുണ്ടാക്കുന്നത് കഴിക്കാൻ സ്വന്തം മകൻ കൊതിക്കുന്നില്ലെങ്കിലും എവിടെയോ ജനിച്ചു വളർന്ന ഈ പെൺകുട്ടി അതിൽ അമ്മയുടെ സ്നേഹം കണ്ടെത്തുന്നു. രക്തബന്ധങ്ങളെക്കാൾ വലുതാണ് ചിലപ്പോൾ ഈ യാദൃശ്ചിക കണ്ടുമുട്ടലുകളിൽ ഉണ്ടാകുന്ന ആത്മബന്ധങ്ങൾ എന്ന് അവർ തിരിച്ചറിഞ്ഞു. അവൾ ഭക്ഷണം കഴിച്ചു തീരുന്നതുവരെ ശാരദാമ്മ അവളോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ വീടിനെ കുറിച്ചും അച്ഛനമ്മമാരെ കുറിച്ചും ഈ ജോലിയുടെ കഷ്ടപ്പാടുകളെ കുറിച്ചും എല്ലാം അവൾ ചോദിച്ചറിഞ്ഞു. നന്ദനയും യാതൊരു മറയുമില്ലാതെ എല്ലാം പറഞ്ഞു. നാട്ടിൽ അച്ഛനും അമ്മയ്ക്കും അസുഖമാണെന്നും വീട്ടു ചെലവുകൾക്കും അനിയന്റെ പഠനത്തിനും വേണ്ടിയാണ് താൻ ഈ ജോലി ചെയ്യുന്നതെന്നും അവൾ പറഞ്ഞപ്പോൾ ശാരദാമ്മയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. "പിന്നെ ഈ ഓണത്തിന് വീട്ടിൽ പോകുന്നില്ല മോളെ?" ശാരദാമ്മ ചോദിച്ചു. പെട്ടെന്ന് നന്ദനയുടെ മുഖം മങ്ങി. അവൾ പകുതി കഴിച്ച പ്ലേറ്റിൽ നിന്നും കൈയെടുത്തു. "പോണോ അമ്മേ, അച്ഛനും അമ്മയും കാത്തിരിക്കുക." പക്ഷേ അവളുടെ വാക്കുകൾ ഇടറി. "കമ്പനി തന്നിരിക്കുന്ന ഈ മാസത്തെ ടാർഗറ്റ് പൂർത്തിയാക്കാതെ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല. ഈ സാധനങ്ങൾ മുഴുവൻ വിറ്റു തീർക്കണം. എന്നാൽ മാത്രമേ എനിക്ക് ബോണസും അവധിയും കിട്ടൂ. അച്ഛനും അമ്മയ്ക്കും ഞാൻ ചെല്ലാതെ ഓണം ആഘോഷിക്കാൻ കഴിയില്ല." നന്ദനയുടെ ആ നിസ്സഹായത നിറഞ്ഞ വാക്കുകൾ ശാരദാമ്മയുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. സ്വന്തം മാതാപിതാക്കളെ കാണാൻ കൊതിക്കുന്ന ഒരു മകൾ, അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അച്ഛനമ്മമാർ, മറുവശത്ത് സമയമില്ലെന്ന് പറഞ്ഞ് അമ്മയെ കാണാൻ വരാത്ത തന്റെ മകൻ. ഈ ലോകം എത്ര വിചിത്രമാണ്. ഒരിടത്ത് സ്നേഹിക്കാൻ സമയമില്ലാത്തവർ, മറ്റൊരിടത്ത് സ്നേഹിക്കാൻ സമയം കിട്ടാതെ കഷ്ടപ്പെടുന്നവർ. ശാരദാമ്മയുടെ മനസ്സിൽ പെട്ടെന്നൊരു വലിയ തീരുമാനം ഉറച്ചു. അവർ പതിയെ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് നടന്നു. നന്ദന അത്ഭുതത്തോടെ അവരെ നോക്കി. ഉമ്മറത്തേക്ക് നടന്നു പോയ ശാരദാമ്മയുടെ മനസ്സിൽ അപ്പോൾ വലിയൊരു കൊടുങ്കാറ്റടിച്ചു വീശി. പുറത്ത് മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. മാവിൻ കൊമ്പുകളിൽ തങ്ങി നിൽക്കുന്ന മഴത്തുള്ളികൾ ഇടയ്ക്കിടെ മുറ്റത്തെ നനഞ്ഞ മണ്ണിലേക്ക് വീണ് ചിതറുന്നുണ്ട്. ഉമ്മറത്തെ കസേരയിൽ അനാഥമായി ഇരിക്കുന്ന ആ വലിയ കറുത്ത ബാഗിലേക്ക് അവർ നോക്കി നിന്നു. അതിനുള്ളിലാണ് നന്ദന എന്ന പെൺകുട്ടിയുടെ ഓണം ഒളിച്ചിരിക്കുന്നത്. വെറും ഒരു കമ്പനിയുടെ ലാഭക്കണക്കുകൾക്കും ടാർഗറ്റുകൾക്കും ഇടയിൽ ഞെരിഞ്ഞമർന്നു പോകുന്ന ഒരു പാവം പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ. മറുവശത്ത് തന്റെ മകൻ ഹരി, ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവൻ, ലോകം മുഴുവൻ പറന്നു നടക്കാൻ കഴിവുള്ളവൻ. പക്ഷെ സ്വന്തം അമ്മയെ കാണാൻ വരാൻ അവന് സമയമില്ല. ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ പണച്ചെലവിനെ കുറിച്ച് പറഞ്ഞ് അവൻ അമ്മയുടെ സ്നേഹത്തെ റദ്ദാക്കുന്നു. എന്നാൽ ഇവിടെ ഈ പെൺകുട്ടി വെറും 399 രൂപയുടെ കുറച്ച് സാധനങ്ങൾ വിറ്റു തീർക്കാൻ വേണ്ടി ഈ മഴയത്തും പട്ടിണി കിടന്ന് അലയുന്നു. എങ്ങനെയെങ്കിലും നാട്ടിലെത്തി സ്വന്തം അച്ഛനമ്മമാരോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കാൻ വേണ്ടി മാത്രം. സ്നേഹത്തിന്റെ ഈ 2 വ്യത്യസ്ത മുഖങ്ങൾ കണ്ടപ്പോൾ ശാരദാമ്മയ്ക്ക് വല്ലാത്തൊരു വിങ്ങൽ തോന്നി. "നന്ദനെ മോളെ."
ആ കൈയൊന്ന് കഴുകിയിട്ട് ഇങ്ങോട്ട് വന്നേ. ശാരദാമ്മ ഉമ്മറത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു. പാതി വഴിയിൽ ഭക്ഷണം നിർത്തി എഴുന്നേൽക്കാൻ നന്ദനയ്ക്ക് ആദ്യം മടിയുണ്ടായിരുന്നെങ്കിലും ആ അമ്മയുടെ ശബ്ദത്തിലെ ഗൗരവം കേട്ട് അവൾ വേഗത്തിൽ കൈ കഴുകി ഉമ്മറത്തേക്ക് വന്നു. അവളുടെ കണ്ണുകളിൽ നേരിയൊരു ഭയമുണ്ടായിരുന്നു. താൻ സ്വന്തം സങ്കടങ്ങൾ പറഞ്ഞ് ആ അമ്മയെ ബുദ്ധിമുട്ടിച്ചോ എന്നവൾ ശങ്കിച്ചു. എന്താ അമ്മേ? അവൾ പതുക്കെ ചോദിച്ചു. ശാരദാമ്മ കസേരയിലിരുന്ന ആ വലിയ ബാഗിന്റെ സിബ് തുറന്നു. എന്നിട്ട് നന്ദനയെ നോക്കി ചോദിച്ചു. മോളെ, നിന്റെ കമ്പനി പറഞ്ഞ ആ ടാർഗറ്റ് തീരാൻ ഇനി എത്ര സാധനങ്ങൾ കൂടി നീ വിൽക്കണം? നന്ദനയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അവൾ അമ്പരപ്പോടെ ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അത് അമ്മേ, ഒരു 10-12 പീസുകൾ കൂടി വിറ്റാൽ ഈ മാസത്തെ എന്റെ ടാർഗറ്റ് കഴിയും. എന്നാലേ എനിക്ക് ലീവ് ചോദിക്കാൻ പറ്റൂ. ശാരദാമ്മ വീണ്ടും ആ ബാഗിനുള്ളിലേക്ക് നോക്കി. സ്വർണ്ണ നിറത്തിലുള്ള ആ പ്രൊഡക്റ്റുകൾ മനോഹരമായി അടുക്കി വെച്ചിട്ടുണ്ട്. കുറച്ചു നേരത്തിന് മുമ്പ് താൻ പുച്ഛിച്ചു തള്ളിയ അതേ സാധനങ്ങൾ. എങ്കിൽ മോൾ ഒരു കാര്യം ചെയ്യും, ഈ ബാഗിലുള്ള ബാക്കി സാധനങ്ങൾ കൂടി എടുത്തോ. എനിക്ക് ഇതെല്ലാം വേണം. ശാരദാമ്മയുടെ വാക്കുകൾ കേട്ട് നന്ദന ശരിക്കും ഞെട്ടിപ്പോയി. അമ്മേ, ഇതെല്ലാം കൂടിയോ? അമ്മയ്ക്ക് എന്തിനാ ഇത്രയും സാധനങ്ങൾ? മാത്രമല്ല ഇതിനൊക്കെ കൂടി നല്ലൊരു തുകയാകും. നന്ദന വിശ്വസിക്കാനാവാതെ ചോദിച്ചു. തന്നോടുള്ള സഹതാപം കൊണ്ടാണെങ്കിൽ പോലും ഇത്രയും വലിയൊരു ബാധ്യത ഈ അമ്മ ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്ന് ആ പെൺകുട്ടി ചിന്തിച്ചു. ശാരദാമ്മയുടെ ചുണ്ടിൽ വാത്സല്യം നിറഞ്ഞൊരു പുഞ്ചിരി വിടർന്നു. എനിക്ക് എന്തിനാണെന്നോ, ഈ ഓണത്തിന് എനിക്ക് വന്ന് കാണാനും സമ്മാനങ്ങൾ കൊടുക്കാനും ഒത്തിരി ബന്ധുക്കളും അയൽക്കാരും ഒക്കെ ഉണ്ട് മോളെ. അവർക്കൊക്കെ കൊടുക്കാൻ ഇതിലും നല്ലൊരു സമ്മാനം വേറെ എന്തുണ്ട്? രാസവസ്തുക്കളില്ലാത്ത നല്ല നാടൻ ചന്ദനത്തിന്റെ മണം വരുന്ന ഈ സാധനം എല്ലാവർക്കും ഇഷ്ടമാകും. മോൾ അത് മുഴുവൻ ഇവിടെ എടുത്തു വെച്ചോ. ഇത്രയും പറഞ്ഞിട്ട് ശാരദാമ്മ തന്റെ കിടപ്പുമുറിയിലേക്ക് നടന്നു. പഴയൊരു തേക്ക് അലമാര തുറന്ന് അതിൽ സൂക്ഷിച്ചിരുന്ന പണം എടുത്തു. ഹരി ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ നിർബന്ധിച്ച് ഏൽപ്പിച്ചിട്ട് പോകുന്ന പണമാണ്. ആവശ്യമുള്ളത് എന്തെങ്കിലും വാങ്ങിക്കോ എന്ന് പറഞ്ഞ് അവൻ തരുന്ന ആ നോട്ടുകെട്ടുകൾ അതുപോലെ തന്നെ ആ അലമാരയിൽ ഇരിപ്പുണ്ടായിരുന്നു. പണത്തിന് വാങ്ങാൻ കഴിയാത്ത സ്നേഹം കൊതിച്ച ആ അമ്മയ്ക്ക് ആ നോട്ടുകെട്ടുകൾ വെറും കടലാസുകൾ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ആദ്യമായി ആ പണത്തിന് ഒരു വലിയ മൂല്യമുണ്ടെന്ന് അവർക്ക് തോന്നി. ശാരദാമ്മ ഉമ്മറത്തേക്ക് തിരിച്ചു വരുമ്പോൾ നന്ദന ആ ബോക്സുകളെല്ലാം വരാന്തയിലെ ചെറിയ മേശപ്പുറത്ത് അടുക്കി വെക്കുകയായിരുന്നു. അവളുടെ കൈകൾ അപ്പോഴും വിറയ്ക്കുന്നുണ്ട്. ശാരദാമ്മ അവളുടെ അടുത്തേക്ക് ചെന്ന് ആ നോട്ടുകൾ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇത് വച്ചോ മോളെ, നിന്റെ ടാർഗറ്റ് ഇതോടെ കഴിഞ്ഞില്ലേ? ഇനി നിനക്ക് ധൈര്യമായിട്ട് നാട്ടിൽ പോകാമല്ലോ. പണം കയ്യിൽ വാങ്ങിയപ്പോൾ നന്ദനയുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അവൾ ആ അമ്മയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. സ്വന്തം അമ്മയെ കെട്ടിപ്പിടിക്കുന്നത് പോലെ അവൾ ശാരദാമ്മയെ ഇറുകെ പുണർന്നു. ഒരു അപരിചിതയായ തനിക്ക് വേണ്ടി ഈ അമ്മ കാണിച്ച വലിയ മനസ്സിന് മുന്നിൽ അവൾക്ക് വാക്കുകൾ ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്കിത് ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നെ സഹായിക്കാൻ വേണ്ടി മാത്രം. അവളുടെ വാക്കുകൾ കരച്ചിലിൽ മുറിഞ്ഞുപോയി. ശാരദാമ്മ അവളുടെ മുടിയിലൂടെ തലോടിക്കൊണ്ട് പതുക്കെ പറഞ്ഞു. കരയാതെ കുട്ടി, മക്കളോടൊപ്പം ഓണം ആഘോഷിക്കാൻ എല്ലാ അച്ഛനും അമ്മയ്ക്കും വലിയ ആഗ്രഹമുണ്ടാകും. അത് നടക്കാതെ പോകുമ്പോഴുള്ള വേദന എന്താണെന്ന് എന്നേക്കാൾ നന്നായി മറ്റാർക്കാണ് മോനെ അറിയുക. എന്റെ കൂടെ ഓണം കൂടാൻ എന്റെ മോന് കഴിഞ്ഞില്ലെങ്കിലും നിന്റെ അച്ഛനും അമ്മയ്ക്കും അവരുടെ മോളുടെ കൂടെ ഈ ഓണം ആഘോഷിക്കാമല്ലോ. അത് മതി എനിക്ക്. അതിൽ പരം എന്ത് സന്തോഷമാണ് ഈ ഓണക്കാലത്ത് എനിക്ക് കിട്ടാനുള്ളത്? ആ വാക്കുകളിൽ ഒരു വലിയ സത്യമുണ്ടായിരുന്നു. നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ നോക്കി സങ്കടപ്പെടുന്നതിനേക്കാൾ വലിയ സന്തോഷം മറ്റൊരാളുടെ നഷ്ടങ്ങൾ നികത്തുമ്പോഴാണ് ലഭിക്കുന്നതെന്ന് ആ നിമിഷം ശാരദാമ്മ തിരിച്ചറിയുകയായിരുന്നു. അവരുടെ കണ്ണുകളിലും അപ്പോൾ സന്തോഷത്തിന്റെ കണ്ണുനീർ തിളങ്ങി. നന്ദനയുടെ കണ്ണീർ തന്റെ സാരിത്തുമ്പിൽ വീണ് നനയുന്നത് ശാരദാമ്മ അറിഞ്ഞു. ഇത്രയും കാലം ഏകാന്തതയുടെ തടവറയിൽ ശ്വാസം മുട്ടി കഴിഞ്ഞിരുന്ന തനിക്ക് ഈ പെൺകുട്ടിയുടെ ആശ്ലേഷം പകർന്നു നൽകിയ ആശ്വാസം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. മുറ്റത്ത് പെയ്തു തോർന്ന മഴയേക്കാൾ ശക്തിയായി ആ ഉമ്മറത്ത് രണ്ട് മനസ്സുകൾ സ്നേഹം കൊണ്ട് പെയ്തിറങ്ങുകയായിരുന്നു. അമ്മേ, കണ്ണുനീർ തുളച്ചുകൊണ്ട് നന്ദന തലയുയർത്തി. അമ്മയ്ക്ക് ഇത് ശരിക്കും ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നെ സഹായിക്കാൻ വേണ്ടി മാത്രം, എന്റെ ടാർഗറ്റ് തീർക്കാൻ വേണ്ടി മാത്രം അമ്മ ഇത് വാങ്ങിയതാണെന്ന് എനിക്കറിയാം. ഇത് വലിയൊരു തുകയല്ലേ അമ്മേ? അവളുടെ വാക്കുകളിൽ കുറ്റബോധവും കൃതജ്ഞതയും ഒരുപോലെ നിറഞ്ഞു നിന്നിരുന്നു. ശാരദാമ്മ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മറത്തെ ചാരുകസേരയിലേക്ക് ഇരുത്തി. എന്നിട്ട് അവളുടെ അടുത്തായി പടിയിലിരുന്നു കൊണ്ട് മെല്ലെ പറഞ്ഞു തുടങ്ങി. മോളെ നന്ദനെ, ഈ വലിയ വീട്ടിലെ അലമാരകളിൽ നിറയെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും ഉപയോഗിക്കാതെ കിടപ്പുണ്ട്. എന്റെ മോൻ അവന്റെ സ്നേഹം കാണിക്കാൻ വേണ്ടി വാങ്ങി തന്നതാണ് അതൊക്കെ. അവൻ അയച്ചു തരുന്ന പണം ബാങ്കിൽ വെറുതെ കിടക്കുന്നു. അതുകൊണ്ട് എനിക്ക് എന്ത് സന്തോഷമാണുള്ളത്? ഒരു സന്തോഷവുമില്ല. പക്ഷെ ഇപ്പോൾ ഈ സാധനങ്ങൾ ഞാൻ വാങ്ങിയത് നിന്റെ കണ്ണിലെ സങ്കടം കണ്ടിട്ടാണ്. നിനക്ക് നിന്റെ അച്ഛനമ്മമാരെ കാണാനുള്ള ആഗ്രഹം കണ്ടിട്ടാണ്. ശാരദാമ്മ ഒരു നിമിഷം നിർത്തി ദൂരേക്ക് കണ്ണു നട്ട് തുടർന്നു. മക്കളോടൊപ്പം ഓണം ആഘോഷിക്കാൻ എല്ലാ അച്ഛനും അമ്മയ്ക്കും വലിയ ആഗ്രഹമുണ്ടാകും. എന്റെ മോൻ ഹരിക്ക് ഇത്തവണ വരാൻ പറ്റിയില്ല. അവനത് മനസ്സിലാകില്ല. പക്ഷെ അത് നടക്കാതെ പോകുമ്പോഴുള്ള വേദന എന്താണെന്ന് എന്നേക്കാൾ നന്നായി മറ്റാർക്കാണ് മോളെ അറിയുക. എന്റെ കൂടെ ഓണം കൂടാൻ അവൻ വന്നില്ലെങ്കിലും നിന്റെ അച്ഛനും അമ്മയ്ക്കും അവരുടെ മോളുടെ കൂടെ ഈ ഓണം ആഘോഷിക്കാമല്ലോ. അത് മതി എനിക്ക്. എന്റെ ഈ ചെറിയ സഹായം കൊണ്ട് ഒരു വീട്ടിൽ ഓണം ഉണ്ണാൻ കഴിയുമെങ്കിൽ അതിൽ പരം എന്ത് സന്തോഷമാണ് ഈ പ്രായത്തിൽ എനിക്ക് കിട്ടാനുള്ളത്?
ആ വാക്കുകളുടെ ആഴം നന്ദനയെ വല്ലാതെ സ്പർശിച്ചു. തന്റെ അമ്മയെ പോലെ തന്നെയുള്ള ഒരാൾ, തന്റെ അമ്മയുടെ അതേ സ്നേഹം, അതേ കരുതൽ. എങ്കിലും അമ്മേ, അവൾ വീണ്ടും എന്തോ പറയാൻ തുനിഞ്ഞു. ഇല്ല, ഒരിക്കലുമില്ല. ശാരദാമ്മ സ്നേഹത്തോടെ വിലക്കി. നീ പോയി ആ ഉപ്പുമാവ് മുഴുവൻ കഴിച്ചിട്ട് വാ. ബാക്കി കിടക്കുന്ന സാധനങ്ങൾ എടുത്തു വെക്കാൻ ഞാൻ സഹായിക്കട്ടോ. നന്ദന വേഗത്തിൽ അകത്തേക്ക് പോയി ഭക്ഷണം കഴിച്ചു തീർത്തു. അവളുടെ മനസ്സിലെ വലിയൊരു ഭാരമാണ് ഇപ്പോൾ ഒഴിഞ്ഞു പോയിരിക്കുന്നത്. ഇനി ധൈര്യമായി മാനേജറെ വിളിച്ച് ലീവ് ചോദിക്കാം. നാളെ തന്നെ നാട്ടിലേക്ക് വണ്ടി കയറാം. അച്ഛന്റെയും അമ്മയുടെയും കൂടെ പൂക്കളമിടാം, സദ്യ കഴിക്കാം. ചിന്തകൾ കാടുകയറിയപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു വലിയ പുഞ്ചിരി വിടർന്നു. തിരികെ ഉമ്മറത്ത് വരുമ്പോൾ ശാരദാമ്മ ആ ഇലക്ട്രിക് അരോമ ഡിഫ്യൂസറുകൾ ഓരോന്നായി മേശപ്പുറത്ത് അടുക്കി വെക്കുകയായിരുന്നു. നന്ദനയും അവർക്കൊപ്പം കൂടി. മോളെ, നീ എപ്പോഴാണ് നാട്ടിലേക്ക് പോകുന്നത്? സാധനങ്ങൾ അടുക്കി വെക്കുന്നതിനിടയിൽ ശാരദാമ്മ ചോദിച്ചു. നാളെ രാവിലെ തന്നെ പോണം അമ്മേ. ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അവളുടെ ശബ്ദത്തിൽ പുതിയൊരു ഉന്മേഷം വന്നിരുന്നു. നാട്ടിലെവിടെയാ? പാലക്കാട് അമ്മേ. ഒരു ചെറിയ ഗ്രാമത്തിലാ. അവിടെ ഓണമൊക്കെ വലിയ ആഘോഷമാ. ശാരദാമ്മയുടെ മുഖത്ത് ഒരു നേരിയ വിഷാദം പടർന്നു. വീണ്ടും താൻ ആ വലിയ വീട്ടിൽ തനിച്ചാകാൻ പോകുന്നു. ഈ പെൺകുട്ടി വന്നതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് താൻ പഴയതെല്ലാം മറന്നിരുന്നു. എന്നാൽ നാളെ മുതൽ വീണ്ടും ആ പഴയ ഏകാന്തതയിലേക്ക് തന്നെ മടങ്ങണം. സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു കഴിഞ്ഞപ്പോൾ നന്ദന യാത്ര പറയാൻ തയ്യാറായി. അവൾ തന്റെ വലിയ ബാഗ് തോളിലിട്ടു. അപ്പോഴാണ് അവൾ ശാരദാമ്മയുടെ മുഖത്തെ ആ വിഷാദം ശ്രദ്ധിച്ചത്. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ ബാഗിൽ നിന്നൊരു ബോക്സ് പുറത്തെടുത്തു. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ നോ പറയരുത്. നന്ദന ആ ബോക്സുമായി ശാരദാമ്മയുടെ അടുത്തേക്ക് വന്നു. എന്താ മോളെ? ശാരദാമ്മ ആകാംക്ഷയോടെ ചോദിച്ചു. ഇത്. അവൾ ആ ബോക്സ് ശാരദാമ്മയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇത് കമ്പനിയുടെ വകയല്ല, ഇത് എന്റെ വക. ഈ അമ്മയ്ക്കുള്ള ഓണ സമ്മാനം. ഇത് വെറും ഒരു ഇലക്ട്രിക് ഉപകരണം മാത്രമല്ല അമ്മേ. ഇതിൽ നിന്ന് വരുന്ന ആ ചന്ദനത്തിന്റെ മണം അമ്മയ്ക്ക് കുറച്ചെങ്കിലും ആശ്വാസം തരുമെങ്കിൽ ഞാൻ പോയാലും എന്റെ ഒരു ഓർമ്മയായി ഇത് അമ്മയുടെ കൂടെ ഉണ്ടാകും. ശാരദാമ്മ ആ ബോക്സ് ചേർത്ത് പിടിച്ചു. അവരുടെ കണ്ണുകൾ വീണ്ടും നിറയാൻ തുടങ്ങി. പണം കൊടുത്തു വാങ്ങിയ സാധനങ്ങളെക്കാൾ എത്രയോ മടങ്ങ് വിലപ്പെട്ടതാണ് സ്നേഹം കൊണ്ട് നൽകുന്ന ഇത്തരം സമ്മാനങ്ങൾ എന്ന് അവർ തിരിച്ചറിഞ്ഞു. ഞാൻ ഇറങ്ങട്ടെ അമ്മേ. നന്ദന ശാരദാമ്മയുടെ കാൽ തൊട്ട് വന്ദിച്ചു. നന്നായി വരും മോളെ. അച്ഛനോടും അമ്മയോടും എന്റെ അന്വേഷണം പറയണം. ഓണം നന്നായി ആഘോഷിക്കും കേട്ടോ. ശാരദാമ്മ അവളെ പിടിച്ചെഴുന്നേപ്പിച്ച് നെറുകയിൽ ചുംബിച്ചു. മുറ്റത്തേക്കിറങ്ങിയ നന്ദന തിരിഞ്ഞു നോക്കി കൈവീശി കാണിച്ചു. ശാരദാമ്മയും തിരികെ കൈവീശി. അവൾ നടന്നു മറിയുന്നത് വരെ ആ ഉമ്മറപ്പടിയിൽ അവർ നോക്കി നിന്നു. മാനത്തെ കാർമേഘങ്ങളെല്ലാം ഒഴിഞ്ഞ് ചെറിയൊരു വേൽ മുറ്റത്തേക്ക് വീണിരുന്നു. ആ വലിയ തറവാട്ടിലെ നിശബ്ദതയ്ക്ക് ഇപ്പോൾ പഴയ ഭീകരത ഉണ്ടായിരുന്നില്ല. കാരണം സ്നേഹത്തിന്റെ ഒരു പുതിയ വസന്തം അവിടെ പൂവിട്ടിരുന്നു. നന്ദന നടന്നു മറിഞ്ഞ ആ ഇടവഴിയിലേക്ക് നോക്കി ശാരദാമ്മ കുറച്ചുനേരം കൂടി അങ്ങനെ നിന്നു. മുറ്റത്തെ നനഞ്ഞ മണ്ണിൽ വീണുകിടക്കുന്ന പച്ചിലകളിൽ തട്ടി ഇളം വെയിൽ തിളങ്ങുന്നുണ്ട്. പ്രകൃതി പോലും തന്റെ ഉള്ളിലെ മാറ്റം അറിഞ്ഞതുപോലെ ശാന്തമായിരിക്കുന്നു. കാർമേഘങ്ങൾ ഒഴിഞ്ഞുപോയ ആകാശത്തിന് ഇപ്പോൾ വല്ലാത്തൊരു തെളിച്ചമുണ്ട്. തന്റെ മനസ്സിനെ പോലെ തന്നെ. രാവിലെ ഈ ഉമ്മറപ്പടിയിൽ വന്നിരിക്കുമ്പോൾ അനുഭവപ്പെട്ടിരുന്ന ശ്വാസം മുട്ടിക്കുന്ന ആ ഏകാന്തത ഇപ്പോൾ എങ്ങോട്ടോ പോയി മറിഞ്ഞിരിക്കുന്നു. പകരം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉറവെടുക്കുന്ന ഒരു പുതിയ ശാന്തത അവരെ പൊതിഞ്ഞു. കയ്യിലിരുന്ന ആ ചെറിയ പെട്ടിയുമായി അവർ പതിയെ വീടിനുള്ളിലേക്ക് നടന്നു. നന്ദന തനിക്ക് നൽകിയ ഓണസമ്മാനം വിലമതിക്കാനാവാത്ത സ്നേഹത്തിന്റെ അടയാളമായിരുന്നു. വലിയ ഹാളിലെ ചുമരിൽ തൂക്കിയിരുന്ന ശേഖരൻ മാസ്റ്ററുടെ ഫോട്ടോയ്ക്ക് താഴെയുള്ള ചെറിയ മേശപ്പുറത്ത് അവർ ആ ബോക്സ് വെച്ചു. അതിൽ നിന്നും സ്വർണ്ണ നിറത്തിലുള്ള ആ ഇലക്ട്രിക് അരോമ ഡിഫ്യൂസർ പുറത്തെടുത്തു. മനോഹരമായ കൊത്തുപണികളുള്ള ആ കൊച്ചു ഉപകരണം പ്ലഗിൽ കുത്തി അവർ സ്വിച്ചിട്ടു. ഒരു നിമിഷം സ്വർണ്ണ നിറത്തിലുള്ള ആ മൃദുലമായ പ്രകാശം അതിൽ നിന്നും പുറത്തു വന്നു. ഒപ്പം നാടൻ ചന്ദനത്തിന്റെയും തുളസിയുടെയും പരിശുദ്ധമായ സുഗന്ധം ആ വലിയ വീടിന്റെ അകത്തളങ്ങളിലേക്ക് മെല്ലെ ഒഴുകിയിറങ്ങി. ആ സുഗന്ധത്തിന് ഓർമ്മകളുടെ ഗന്ധമായിരുന്നു. കണ്ണുകളടച്ച് ആ ഗന്ധം ശ്വസിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു തിരുവോണ പുലരിയിലേക്ക് ശാരദാമ്മ നടന്നു പോകുന്നത് പോലെ അവർക്ക് തോന്നി. നിലവിളക്കിന് മുന്നിലിരുന്ന് നാമം ജപിക്കുന്ന ശേഖരൻ മാസ്റ്റർ, മുറ്റത്ത് പൂക്കളമിടാൻ വേണ്ടി പൂവുകൾ തരംതിരിക്കുന്ന കൊച്ചു ഹരി, അടുക്കളയിൽ പായസത്തിന് ശർക്കര പാവ് കാച്ചുന്ന താൻ. ആ സുഗന്ധം അവരെ കഴിഞ്ഞ കാലത്തിന്റെ ഏറ്റവും മനോഹരമായ തീരങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തി. കണ്ണുകൾ തുറക്കുമ്പോൾ അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അമേരിക്കയിൽ ഇരുന്ന് തന്റെ മകൻ ലക്ഷങ്ങൾ വിലയുള്ള സുഗന്ധദ്രവ്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അവയ്ക്കൊന്നും തന്റെ മനസ്സിനെ തൊട്ടുണർത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ സ്നേഹത്തോടെ ഒരു അപരിചിത നീട്ടിയ ആ ചന്ദനഗന്ധം തന്റെ ആത്മാവിനെയാണ് കുളിർപ്പിക്കുന്നത്. ശാരദാമ്മ തിരികെ ഉമ്മറത്തേക്ക് വന്നു. വരാന്തയിലെ മേശപ്പുറത്ത് അടുക്കി വെച്ചിരിക്കുന്ന ആ പെട്ടികളിലേക്ക് അവർ നോക്കി. താൻ പണം കൊടുത്തു വാങ്ങിയ 12 അരോമ ഡിഫ്യൂസറുകൾ അവ വെറുതെ അലമാരയിൽ വെച്ച് പൂട്ടാനുള്ളതല്ല എന്ന് അവരുടെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിച്ചു. തനിക്ക് ലഭിച്ച ഈ സമാധാനം, ഈ വെളിച്ചം, ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കണം. ഈ ഗ്രാമത്തിൽ തന്നെ പോലെ മക്കൾ ദൂരെയായതുകൊണ്ട് ഓണം ആഘോഷിക്കാൻ കഴിയാത്ത എത്രയോ അച്ഛനമ്മമാരുണ്ട്. വാർദ്ധക്യത്തിന്റെ ഏകാന്തതയിൽ കണ്ണുനീർ വാർക്കുന്നവർ. അവർക്കും ഇതൊരു സാന്ത്വനമാകില്ലേ? ശാരദാമ്മ പെട്ടെന്ന് അകത്തേക്ക് പോയി. വർഷങ്ങളായി അലമാരയിൽ മടക്കി വെച്ചിരുന്ന കസുവുകരയുള്ള ആ പഴയ സെറ്റ് സാരി അവർ എടുത്തു കൊടുത്തു. കണ്ണാടിക്ക് മുന്നിൽ നിന്നപ്പോൾ തന്റെ മുഖത്ത് പുതിയൊരു പ്രസരിപ്പ് വന്നതുപോലെ അവർക്ക് തോന്നി.
വാർദ്ധക്യം എന്നത് ഒന്നിന്റെയും അവസാനമല്ലെന്നും അത് മറ്റുള്ളവർക്ക് തണലേകാനുള്ള ഒരു പുതിയ തുടക്കമാണെന്നും അവർ തിരിച്ചറിയുകയായിരുന്നു. ഒരു വലിയ പ്ലാസ്റ്റിക് കവറിലേക്ക് മേശപ്പുറത്തിരുന്ന പെട്ടികളെല്ലാം അവർ അടുക്കി വെച്ചു. കുടയും കയ്യിലേന്തി അവർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി. ലക്ഷ്യം തന്റെ പഴയ സുഹൃത്തായ ഭവാനിയമ്മയുടെ വീടാണ്. ഭവാനിയമ്മയുടെ മക്കളും വിദേശത്താണ്. ഭർത്താവ് മരിച്ചതിനു ശേഷം ആ വലിയ വീട്ടിൽ അവർ തനിച്ചാണ് താമസം. ഭവാനിയമ്മയുടെ വീടിന്റെ ഗേറ്റ് തുറന്നു ചെല്ലുമ്പോൾ ഉമ്മറത്തെ തിണ്ണയിൽ ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അവർ. ശാരദാമ്മയെ കണ്ടത് ഭവാനിയമ്മയുടെ മുഖത്ത് അത്ഭുതം വിടർന്നു. ശാരദേ, നീ എന്താ ഈ വഴിക്ക്? എത്ര കാലമായി നിന്നെയൊക്കെ ഒന്ന് കണ്ടിട്ട്. ഭവാനിയമ്മ ഓടി വന്ന് ശാരദാമ്മയുടെ കൈകൾ പിടിച്ചു. ഒന്നുമില്ല ഭവാനി, ഈ ഓണത്തിന് നിനക്കൊരു സമ്മാനം തരാൻ വന്നതാ. ശാരദാമ്മ ചിരിച്ചുകൊണ്ട് കവറിൽ നിന്നും ഒരു പെട്ടിയെടുത്ത് ഭവാനിയമ്മയുടെ കയ്യിൽ കൊടുത്തു. സമ്മാനമോ? ഇതെന്താ ശാരദേ? അത്ഭുതത്തോടെ ഭവാനിയമ്മ ചോദിച്ചു. ഇതൊരു വെളിച്ചമാണ് ഭവാനി, നമ്മുടെയൊക്കെ ഉള്ളിലെ ഇരുട്ട് മാറ്റാനുള്ള വെളിച്ചം. മക്കളെ എടുത്തില്ലെങ്കിലും ഈ ഓണം നമ്മൾ ആഘോഷിക്കും പഴയതുപോലെ. ശാരദാമ്മയുടെ വാക്കുകളിൽ വലിയൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആ ഇലക്ട്രിക് ഡിഫ്യൂസർ പ്രവർത്തിപ്പിച്ചു കാണിച്ചപ്പോൾ ഭവാനിയമ്മയുടെ കണ്ണുകളും അത്ഭുതം കൊണ്ട് വിടർന്നു. ആ ചന്ദനഗന്ധത്തിൽ രണ്ട് പഴയ സൗഹൃദങ്ങൾ തങ്ങളുടെ വാർദ്ധക്യത്തിന്റെ സങ്കടങ്ങൾ മറന്ന് ഏറെ നേരം സംസാരിച്ചിരുന്നു. അവിടെ നിന്ന് ശാരദാമ്മ പോയത് അടുത്ത റോഡിലെ റിട്ടയർഡ് പോസ്റ്റ്മാൻ മാധവൻ നായരുടെ വീട്ടിലേക്കാണ്. അവിടെയും അവർ ആ സ്നേഹത്തിന്റെ സമ്മാനം നൽകി. അങ്ങനെ ആ പകൽ മുഴുവൻ ശാരദാമ്മ ആ ഗ്രാമത്തിലെ ഒറ്റപ്പെട്ടു പോയ ഓരോ വാർദ്ധക്യങ്ങളെയും തേടി നടന്നു. ഓരോ വീടിന്റെ ഉമ്മറത്തും അവർ സന്തോഷത്തിന്റെ ഒരു പുതിയ തിരി തെളിയിച്ചു. തനിക്ക് നഷ്ടപ്പെട്ടെന്ന് കരുതിയ വസന്തം മറ്റുള്ളവർക്ക് നൽകുമ്പോൾ 10 മടങ്ങ് ശോഭയോടെ തന്നിലേക്ക് തന്നെ തിരികെ വരികയാണെന്ന് അവർ ആനന്ദത്തോടെ മനസ്സിലാക്കി. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശാരദാമ്മയുടെ കയ്യിലെ പെട്ടികളെല്ലാം തീർന്നിരുന്നു. അല്പം ക്ഷീണമുണ്ടായിരുന്നെങ്കിലും മനസ്സിൽ ലോകം മുഴുവൻ കീഴടക്കിയ ഒരു ചക്രവർത്തിനിയുടെ സന്തോഷമായിരുന്നു അവർക്ക്. തിരികെ ശ്രീനിലയത്തിന്റെ ഗേറ്റ് കടക്കുമ്പോൾ ആ വീട് തന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ അവർക്ക് തോന്നി. ഇരുട്ട് വീണു തുടങ്ങിയ ഉമ്മറത്തേക്ക് കയറുമ്പോൾ അകത്ത് ഫോൺ ശബ്ദിക്കുന്നത് അവർ കേട്ടു. പതിവില്ലാത്ത സമയത്തുള്ള ആ ഫോൺ വിളി ആരുടേതാണെന്ന് ചിന്തിച്ചുകൊണ്ട് ശാരദാമ്മ വേഗത്തിൽ അകത്തേക്ക് നടന്നു. സന്ധ്യയുടെ ഇരുൾ വീണു തുടങ്ങിയ ആ വലിയ ഹാളിൽ ഫോണിന്റെ ശബ്ദം തുടർച്ചയായി മുഴങ്ങിക്കൊണ്ടിരുന്നു. ശാരദാമ്മ വേഗത്തിൽ നടന്ന് ഫോൺ എടുത്തു. ഹലോ. അവരുടെ ശബ്ദത്തിൽ രാവിലെ ഉണ്ടായിരുന്ന ആ ക്ഷീണമോ നൈരാശ്യമോ ഉണ്ടായിരുന്നില്ല. പകരം പുതിയൊരു ഉന്മേഷം അതിൽ നിറഞ്ഞു നിന്നിരുന്നു. അമ്മേ, ഇത് ഞാനാ, ഹരി. മറുതലയ്ക്കൽ മകന്റെ ശബ്ദം. രാവിലെ ഫോൺ വെക്കുമ്പോൾ അമ്മയുടെ ശബ്ദത്തിലുണ്ടായിരുന്ന ആ വലിയ സങ്കടം ദിവസം മുഴുവൻ ഹരിയെ അലട്ടുന്നുണ്ടായിരുന്നു. മീറ്റിങ്ങുകൾക്കിടയിലും അമ്മയുടെ ആ വിതുമ്പൽ അവന്റെ കാതുകളിൽ മുഴങ്ങി. അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ് അവൻ. അമ്മ ഇപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുകയാവും എന്നവൻ കരുതി. ആ മോനെ, പറയൂ. ശാരദാമ്മയുടെ ആഹ്ലാദം നിറഞ്ഞ ശബ്ദം കേട്ട് ഹരി ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അമ്മയ്ക്ക് ഇപ്പോൾ സങ്കടമൊന്നുമില്ലേ? രാവിലെ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അമ്മ വല്ലാതെ വിഷമിച്ചെന്ന് എനിക്കറിയാം. അതാണ് ഞാൻ. ഹരി വാക്കുകൾ കിട്ടാതെ പതറി. ശാരദാമ്മ മനോഹരമായി ഒന്ന് ചിരിച്ചു. ഇല്ല മോനെ, അമ്മയ്ക്ക് ഇപ്പോൾ ഒരു സങ്കടവുമില്ല. രാവിലെ നീ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ ലോകത്ത് ഞാൻ തീർത്തും ഒറ്റയ്ക്കാണെന്ന്. പക്ഷെ ഈ ദിവസം എനിക്ക് പുതിയൊരു പാഠം പഠിപ്പിച്ചു തന്നു ഹരി. എന്ത് പാഠം? അമ്മ എന്തൊക്കെയായി പറയുന്നേ? ഹരിക്കൊന്നും മനസ്സിലായില്ല. ശാരദാമ്മ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഹരിയോട് വിശദമായി പറഞ്ഞു. മഴയത്ത് ഓടിക്കയറിയ നന്ദനയെ കുറിച്ചും അവളുടെ ടാർഗറ്റ് തീർക്കാൻ വേണ്ടി താൻ ആ 12 അരാമ ഡിഫ്യൂസറുകൾ വാങ്ങിയതിനെ കുറിച്ചും അത് പിന്നീട് ഗ്രാമത്തിലെ ഒറ്റപ്പെട്ടു പോയ ഓരോ അച്ഛനമ്മമാർക്കും കൊണ്ടുപോയി കൊടുത്തതിനെ കുറിച്ചും അവർ വാചാലയായി. മോനെ, ശാരദാമ്മ തുടർന്നു, അവൾ വെറും ഒരു സെയിൽസ് ഗേൾ ആയിരിക്കാം. പക്ഷെ അവൾ എനിക്ക് നൽകിയത് വലിയൊരു തിരിച്ചറിവാണ്. സ്വന്തം അച്ഛനെയും അമ്മയെയും ഒന്ന് കാണാൻ വേണ്ടി, അവരുടെ കൂടെ ഒരു ദിവസം ചെലവഴിക്കാൻ വേണ്ടി ആ പെൺകുട്ടി ഈ മഴയത്ത് പട്ടിണി കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് നോക്കി. എന്റെ മോൻ എനിക്ക് പണം അയച്ചു തരുന്നുണ്ട്, വില കൂടിയ സാധനങ്ങൾ വാങ്ങി തരുന്നുണ്ട്. പക്ഷെ സ്നേഹം എന്നൊന്ന് പണത്തിന് വാങ്ങാൻ കിട്ടില്ല എന്ന് ഞാൻ ഇന്ന് പഠിച്ചു. അതുപോലെ എന്റെ സങ്കടങ്ങൾ ഓർത്ത് ഇവിടെ ഈ വലിയ വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുന്നതിന് പകരം എന്നെ പോലെ സങ്കടപ്പെടുന്നവർക്ക് ഒരു ചെറിയ ആശ്വാസം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞപ്പോൾ കിട്ടിയ സന്തോഷമുണ്ടല്ലോ. അതാണ് മോനെ യഥാർത്ഥ ഓണം. മറുതലക്കൽ കനത്ത നിശബ്ദതയായിരുന്നു. അമേരിക്കയിലെ ശീതീകരിച്ച തന്റെ വലിയ ഓഫീസിലിരുന്ന് ഹരി അതൊക്കെ കേൾക്കുമ്പോൾ അവന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന, കോടികളുടെ പ്രൊജക്ടുകൾ കൈകാര്യം ചെയ്യുന്ന താൻ എത്രമാത്രം ദരിദ്രനാണെന്ന് അവൻ ആ നിമിഷം തിരിച്ചറിഞ്ഞു. വെറും 399 രൂപയുടെ സാധനങ്ങൾ വിറ്റ് സ്വന്തം നാട്ടിലേക്ക് വണ്ടി കയറാൻ കൊതിക്കുന്ന ആ പെൺകുട്ടിയുടെ മുന്നിൽ തന്റെ പ്രാക്ടിക്കൽ ചിന്തകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? പണവും പ്രതാപവും ഉണ്ടായിട്ടും സ്വന്തം അമ്മയ്ക്ക് ഒരു തുള്ളി സന്തോഷം കൊടുക്കാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധം അവന്റെ നെഞ്ചിൽ ഒരു വലിയ പാറക്കല്ല് പോലെ വന്നു വീണു. ഹലോ ഹരി, നീ അവിടെ ഇല്ലേ? മറുപടി ഒന്നും കേൾക്കാതായപ്പോൾ ശാരദാമ്മ ചോദിച്ചു. ഉണ്ട് അമ്മേ. ഹരിയുടെ ശബ്ദം വല്ലാതെ ഇടറി. അവൻ കരയുകയാണെന്ന് ആ അമ്മ മനസ്സ് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. എന്താടാ മോനെ, എന്ത് പറ്റി നിനക്ക്? അമ്മേ, എന്നോട് ക്ഷമിക്കണം, ഹരി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ഇത്രയും കാലം ജീവിച്ചത് ഒരു യന്ത്രത്തെ പോലെയാ. ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അമ്മയ്ക്ക് എല്ലാം നൽകുന്നുണ്ടെന്ന്. പക്ഷെ ആ പെൺകുട്ടി അമ്മയ്ക്ക് കൊടുത്ത ആ ചന്ദനത്തിന്റെ ഗന്ധം പോലും എനിക്ക് അമ്മയ്ക്ക് തരാൻ കഴിഞ്ഞില്ലല്ലോ.
സ്നേഹം പ്രാക്ടിക്കൽ ആകേണ്ട ഒന്നല്ല എന്ന് അമ്മ എന്നെ ഇപ്പോൾ പഠിപ്പിച്ചു. ഹരി ഒന്ന് നിർത്തി. പിന്നെ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു, അമ്മേ, ഞാൻ നാളത്തെ ഫ്ലൈറ്റിന് നാട്ടിലേക്ക് വരിക കേട്ടോ. എന്റെ മീറ്റിങ്ങുകളും പ്രൊജക്ടുകളും ഒക്കെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. എനിക്ക് എന്റെ അമ്മയുടെ കൂടെ ഓണം കൂടണം. എന്റെ അമ്മയുണ്ടാക്കുന്ന സദ്യ കഴിക്കണം. ആ പഴയ മാവിൻ കൊമ്പിൽ എനിക്ക് ഊഞ്ഞാലാടണം. ആ വാക്കുകൾ കേട്ടപ്പോൾ ശാരദാമ്മയുടെ കണ്ണുകളിൽ നിന്നും സന്തോഷാശ്രുക്കൾ ഒഴുകിയിറങ്ങി. കാലങ്ങളായി താൻ കാത്തിരുന്ന ആ നിമിഷം വന്നെത്തിയിരിക്കുന്നു. തന്റെ മകനെ തനിക്ക് തിരികെ കിട്ടിയിരിക്കുന്നു. ഇതിന് കാരണക്കാരിയായ നന്ദനയോട് ആ അമ്മയുടെ മനസ്സ് 1000 തവണ നന്ദി പറഞ്ഞു. അമ്മ കാത്തിരിക്കാം മോനെ, നിനക്ക് വേണ്ടി മാത്രം, വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അവർ പറഞ്ഞു നിർത്തി. ഫോൺ വെച്ചതിനു ശേഷം ശാരദാമ്മ പൂമുഖത്തേക്ക് നടന്നു. നന്ദന നൽകിയ ഇലക്ട്രിക് അരോമ ഡിഫ്യൂസറിൽ നിന്നും അപ്പോഴും സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം പുറത്തു വരുന്നുണ്ടായിരുന്നു. അവർ പൂമുഖത്തെ നിലവിളക്കിൽ തിരി തെളിയിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആ വലിയ തറവാട് വീണ്ടും പ്രകാശപൂരിതമായി. അവിടെ ഇപ്പോൾ ഒരു ഏകാന്തതയുമില്ല. നാളത്തെ ഉത്രാടപ്പാച്ചിലിനായി ആ വീട് തയ്യാറെടുക്കുകയാണ്. ചന്ദനത്തിന്റെയും തുളസിയുടെയും സുഗന്ധം ആ ഉമ്മറത്ത് നിറഞ്ഞു നിന്നു. മുറ്റത്തെ മാവിൻ കൊമ്പുകൾ കാറ്റിൽ പതുക്കെ ഇളകുന്നുണ്ടായിരുന്നു. നാളെ അവിടെ ഒരു ഊഞ്ഞാൽ ഉയരും. അതിൽ തന്റെ മകൻ ഇരിക്കും. അകലെ എവിടെയോ ഒരു ചെറിയ ഗ്രാമത്തിൽ നന്ദനയും തന്റെ മാതാപിതാക്കൾക്കൊപ്പം ഓണം ആഘോഷിക്കും. സ്നേഹത്തിന്റെ വേരുകൾ ഒരിക്കലും ഉണങ്ങുന്നില്ലെന്നും അത് ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക് പടർന്നു പിടിച്ച് പുതിയ വസന്തങ്ങൾ തീർക്കുമെന്നും ആ തിരുവോണപ്പുലരി ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഓരോ കഥയും പൂർണ്ണമാകുന്നത് അത് കേൾക്കാൻ കാത്തുകൂർപ്പിക്കുന്ന നിങ്ങളിലൂടെയാണ്. ഈ വാക്കുകളെ ഹൃദയത്തോട് ചേർത്തതിന് ആദ്യമായി നന്ദി പറയട്ടെ. നിങ്ങളുടെ വിരത്തുമ്പിൽ വിരിയുന്ന ഓരോ ലൈക്കും എനിക്ക് പകർന്നു നൽകുന്നത് വേനലിൽ പെയ്യുന്ന പുതുമഴയുടെ കുളിരാണ്. എന്റെ ഈ കൊച്ചു ശ്രമങ്ങൾക്ക് അത് പകരുന്ന ഊർജം ചെറുതല്ല. നിങ്ങൾക്ക് തോന്നിയ സ്നേഹവും പരിഭവങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി താഴെ കുറിച്ചിടുക. നിങ്ങളുടെ ഓരോ വാക്കുകളും എനിക്ക് പുതിയ കഥകൾ മെനയാൻ വഴികാട്ടുന്ന നക്ഷത്രങ്ങളാണ്. ഈ സ്നേഹം നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെന്ന് തോന്നിയാൽ ഇതൊരു ചെറു വെളിച്ചമായി നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യണേ. സ്നേഹം പങ്കുവെക്കുമ്പോഴാണല്ലോ അതിന് ഇരട്ടി മധുരം ഉണ്ടാകുന്നത്. നമ്മുടെ ഈ സ്നേഹബന്ധം ഇവിടെ അവസാനിക്കാതിരിക്കാൻ ഇനിയുള്ള യാത്രകളിലും ഒരുമിച്ച് നടക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ കുടുംബത്തിന്റെ ഭാഗമാവുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി അമർത്തുമ്പോൾ ഞാൻ പകരുന്ന ഓരോ പുതിയ വസന്തവും ആദ്യം നിങ്ങളിലേക്ക് തന്നെ ഓടിയെത്തും. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ പിന്തുണയും പ്രോത്സാഹനവും കൊണ്ടാണ് ഈ ഇടം വളരുന്നത്. ഈ യാത്രയിൽ എന്നെ ചേർത്ത് പിടിക്കുക. കൂടുതൽ പേരിലേക്ക് ഈ സ്നേഹം എത്തിച്ച് ഇതിനൊരു വലിയ ഹൈപ്പ് നൽകി എന്നെ കൂടെ നിർത്തണേ. ഇനിയും ഹൃദയത്തിൽ തൊടുന്ന പുതിയ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്നേഹത്തോടെ നന്ദി മാത്രം.